ബോസിലെ ലൈവിൽ ഇപ്പൊ അനുമോള് പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ പ്രേക്ഷകര് ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് അടുക്കളയിൽ കയറി സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളെയാണ്. അപ്പൊ അനുമോളെ തെരഞ്ഞെടുത്തതിൽ തന്നെ വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കരമായ ഒരു എതിർപ്പുണ്ട്. എല്ലാവരെയും മുഖം പാടിയിരിക്കുകയാണ് അനുമോൾക്ക് ഇത്ര സപ്പോർട്ട് വന്ന്. കാരണം അനുമോളെ ഓൾറെഡി കിച്ചണിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണല്ലോ. അനുമോള് കയറുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ. പക്ഷെ പ്രേക്ഷകർ അനുമോളുടെ ഇഷ്ടം സാധിച്ചു കൊടുത്ത് അനുമോൾ അങ്ങനെ കിച്ചണിൽ കയറിയിരിക്കുകയാണ്. പിന്നെ പായസം ഉണ്ടാക്കുന്നതിന് ചുറ്റും കൊട്ടേഷൻ പിടിക്കാനായിട്ട് നമ്മുടെ നൂറയും രേണുസുതിയുണ്ട്. എല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ അടുത്ത് വരണമെന്നുണ്ട്. പക്ഷെ അനുമോളെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അടുത്തോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പൊ അനുമോള് പായസം എല്ലാവർക്കും വേണ്ടി കിണ്ണത്തിൽ ഇങ്ങനെ സെർവ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നു, നമുക്ക് പോയി കഥ കേട്ടിട്ട് ഒരിടത്ത് പരിപാടിയിൽ കഥ കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് പായസം കുടിച്ചാൽ പോരെ. അപ്പോഴത്തേക്ക് പായസത്തിന് കറക്റ്റ് ചൂടാവും എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. ശരിക്കും പായസം കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. പിന്നെ ലൈവിലിപ്പം അനുമോൾക്ക് ടോട്ടലി വെളിയിൽ നല്ല സപ്പോർട്ടാണെന്ന് പലർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ പലരും അനുമോൾക്കും അത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് വന്ന എല്ലാവരും അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ പിന്നെ പലരും അനുമോളെ എതിർത്ത് നിൽക്കുന്നുണ്ട്. എങ്കിലും അറിയാതെ വന്നുപോയി പെട്ടുപോയി എന്ന് പലർക്കും മനസ്സിലായി. അവിടെ ഒന്ന് മസ്താനി എന്ന് പലതവണയായിട്ട് ആവർത്തിച്ച് എല്ലാവരോടും പറയുന്നുണ്ട് അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണെന്നുള്ളത്. ബിഗ് ബോസ് പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടും പല കാര്യങ്ങളും മസ്താനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അകത്തുള്ളവർക്കെല്ലാം മനസ്സിലായി പുറത്ത് അനുമോൾക്ക് നല്ല സപ്പോർട്ടാണെന്ന്.